ഹലോ എവ്രി വൺ, ഇന്നൊരു ഡിന്നറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ഒരു ദോശയാണ്. അപ്പോൾ ഇതിന് 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യാത്ത റോ പൊട്ടാറ്റോ തന്നെയാണ്. ഒരുവിധം വലുപ്പമുള്ള ഒരു പൊട്ടാറ്റോ. ചെറുതാണെങ്കിൽ നമുക്ക് 2 എടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് ഫസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാം. എന്നതിന് ശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ദാ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. റവയല്ലേ. ഇപ്പോൾ അതിനുള്ള സമ്മന്തിക്ക് ഞാൻ തക്കാളിയും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാവിലേക്ക് ഒരു അണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക്, പിന്നെ ജിഞ്ചർ, പിന്നെ ക്യാരറ്റ് ഒരു ചെറിയ പീസ് ഗ്രേറ്റ് ചെയ്തതും, കൊറിയാൻഡർ ലീവ്സും, അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഓഫ് സോഡ ബൈകാർബണേറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതാ ഈ പരുവത്തിലാണ് മാവിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ദോശക്കല്ലൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമുക്കിപ്പോൾ 1 സ്പൂൺ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ 2 സ്പൂണും ഒഴിക്കാം നമുക്ക്. ഞാനിപ്പോൾ 1 ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ പരത്താം, ഇല്ലെങ്കിൽ തിക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാം. എണ്ണ മുകളിൽ കുറച്ച് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമ്മന്തി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ആഡ് ചെയ്തു. പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്കിത് അരച്ചെടുക്കാം. എളുപ്പത്തിലൊരു സമ്മന്തിയാണിത്. ഞാനിതൊരു ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടമായി. അപ്പോൾ അതാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയും മറിച്ചിട്ടു ഞാൻ. സമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറിന് അടിപൊളിയായിട്ടുള്ളൊരു റവ പൊട്ടാറ്റോ ദോശയും തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇതെന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മാവില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമല്ലോ. ഈ സമ്മന്തി ആണെങ്കിലും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്, തക്കാളി മാത്രം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.